നമ്മളിപ്പോൾ നിൽക്കുന്നത് അനിൽകുമാറിൻ്റെ വീടിന് മുൻപിലാണ്. ഈ വീട്ടിൽ നിന്ന് രാവിലെ അനിൽകുമാറിൻ്റെ 8 വയസ്സ് ആയിട്ടുള്ള കുട്ടി പുറത്തേക്ക് ഫുട്ബോൾ കോച്ചിങ്ങിന് പോകുമ്പോഴാണ് ഈ വീടിൻ്റെ ഗേറ്റിനോട് ചേർന്ന് ഈ നിൽക്കുന്ന സ്ഥലത്ത് അല്പസമയം മുമ്പാണ് ഇവിടെ പോലീസൊക്കെ എത്തി ഈ റീത്ത് ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. ഈ കാണുന്ന ഈ പൂവൊക്കെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന സ്ഥലത്താണ് റീത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അനിൽ പറയുന്നത്. എന്തായാലും ഒരു നേരത്തെ ഈ പറയുന്ന വി കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തക പ്രകാശനത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത ഘട്ടത്തിൽ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ പേര് പറയാതെ ഉൾപ്പെടെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അനുമാനത്തിന് എനിക്ക് വലിയ താല്പര്യം, ഊഹിക്കാൻ വലിയ താല്പര്യമില്ല. ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഊഹങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാവേണ്ട മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. വേറെ കാര്യങ്ങളൊന്നുമില്ല, ഈ ഒരു കാര്യമുള്ളൂ. പക്ഷേ അത് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇപ്പോൾ സാമൂഹ്യ ദ്രോഹികൾ എന്ന് പറയുന്നില്ല. ഇപ്പോൾ ഒരു സ്കൂളിൽ പോയിട്ട് നമ്മൾ മേശ ബെഞ്ച് അടിച്ചു പൊളിക്കുന്നു, അതിൽ നമ്മൾ സാമൂഹ്യ ദ്രോഹികൾ പൊളിച്ചു എന്ന് പറയും. അങ്ങനെയൊക്കെ ആവാം, പക്ഷെ എനിക്കറിയില്ല. കാരണം ഞാനിവിടെ അങ്ങനെ ഒരു സംഘർഷ ഭരിതമായിട്ടുള്ളൊരു ബന്ധമായിരുന്നില്ല ഇവിടുത്തെ ഇടതുപക്ഷമായിട്ട്. അതുകൊണ്ട് ആരാണ് എന്ന് ആരോപിക്കാനില്ല, പക്ഷേ ഒരു സാമൂഹ്യ ദ്രോഹികൾ അതിന് ഒരു പക്ഷേ ദ്രോഹികളാണ്. അത് രാഷ്ട്രീയ ദ്രോഹികളാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. സാമൂഹ്യ ദ്രോഹികളാണ്. കാരണം സമൂഹത്തിൽ നമുക്ക് പറയാനുള്ളത് പറയുകയും കേൾക്കാനുള്ളത് കേൾക്കുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യപരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് ഒരു വളർച്ചയോ ആരോഗ്യമോ ഉണ്ടാവുള്ളൂ. അതില്ലാതെ ഇത്തരത്തിൽ ഇരുട്ടിൽ വരുന്ന രണ്ടുപേരാണ്, കള്ളന്മാരും ഭീരുക്കളുമാണ്. അപ്പോൾ കള്ളന്മാരും ഭീരുക്കളാണ് ഇരുട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യം തീരെ ഇല്ലാത്തൊരു പ്രവൃത്തിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ താങ്കൾക്കെതിരെ പേര് പറയാതെ തന്നെ ചില പരാമർശങ്ങളും ചില ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ പോസ്റ്റിൻ്റെ കമൻറ്റുകളായിട്ടും കുറേ അതുണ്ടായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വെച്ചാൽ ഒന്ന് നമ്മളെ നാട്ടുകാരൻ തന്നെയാണ്. എന്നെ കണ്ടാൽ അനിയേട്ടാന്ന് വിളിക്കുന്ന ഒരാളാണ്. അയാൾ എഴുതിയ പോസ്റ്റിൻ്റെ അവസാനം ഞങ്ങളെ ചൊറിഞ്ഞാൽ തിരിച്ചും ചിലപ്പോൾ തൊലി ഇളകി പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത്രയേ ഉള്ളൂ. അപ്പം പിന്നെ ഞാൻ പാർട്ടി അതെ 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 പിന്നെ ഞാനൊരു ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു FB പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ താഴെ ഒരുപാട് കമൻറ്റുകളുണ്ടായിരുന്നു. സ്വാഭാവികമാണ്, FBയിൽ പിന്നെ പലതരം കമൻറ്റുകളുണ്ടാവും. മോശം കമൻറ്റുകൾ, എന്നെ അപമാനിക്കുന്ന രീതിയിൽ കമൻറ്റുകളുണ്ടായിരുന്നു, പരിഹസിക്കുന്ന രീതിയിൽ കമൻറ്റുകളുണ്ടായിരുന്നു, അനുകൂലിക്കുന്ന രീതിയിൽ കമൻറ്റുകളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അത് സൈബർ ലോകത്തിൽ അത് സ്വാഭാവികമാണ്. അതിന് ഞാൻ പറ്റുന്നതിന് മറുപടി പറയും, പറ്റാത്തതിന് മറുപടി പറയില്ല, അത്രയേ ഉള്ളൂ. അതിനൊന്നും ഞാൻ അവിടെയൊന്നും ഭീഷണി ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന ഈ മേഖലയിൽ എവിടെയെങ്കിലും അനിയാൻ്റെ വീട്ടിൽ CCTV ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, ഇവിടെ ഇല്ല. ഭാഗത്ത് വേറെ വീട്ടിലുണ്ട്. പിന്നെ പരിശോധിച്ചില്ല. പോലീസ് വന്ന് പരിശോധിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ഇപ്പോൾ വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. രാവിലെ ഒരു ഏകദേശം 5:30 മണിക്ക്, രാത്രി 5:30 മണിക്ക്. എപ്പോഴാണെന്ന് അറിയില്ല. അങ്ങനെ അസാധാരണമായ ഏതെങ്കിലും വാഹനങ്ങൾ പോകുന്നു അങ്ങനെയൊന്നും ശ്രദ്ധയപ്പെട്ടൊന്നുമില്ല. ഇവിടെ ഒരു നായയുണ്ട്, നായ കുറച്ചതായിട്ടും കേട്ടിട്ടില്ല. എന്തായാലും ഈ പറയുന്ന ഇന്ന് പുലർച്ചെ ഒരു 5:30 ഇങ്ങനൊരു റീത്ത് ഇവിടെ വെച്ചതായിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ പറയുന്ന ആരാണ് എന്ന് താൻ ആരോപിക്കാനില്ല, പക്ഷേ ഇങ്ങനൊരു പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി ചില സംഭവങ്ങൾ, ചില ഫേസ്ബുക്കിലുള്ള കമൻറ്റുകൾ, ചില പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് അനിൽകുമാർ വ്യക്തമാക്കുന്നത്.